ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് പാർട്ട് 2ൽ നോക്കാം കേട്ടോ. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ ആണ് നമുക്ക് പറയുന്നത് കേട്ടോ. നമ്മൾ ജലത്തിലൂടെയും എന്ത് പകരാം? രോഗങ്ങൾ പകരാം. ദർ ഈസ് എ ചാൻസ് യു ക്യാച്ച് ഡിസീസസ് ത്രൂ ദ ഡേർട്ടി വാട്ടർ സ്റ്റോർഡ് ഇൻ അവർ സറൗണ്ടിങ് ആൻഡ് ദ അൺക്ലീൻ വാട്ടർ ദാറ്റ് വി ഡ്രിങ്ക്. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലെയും രോഗങ്ങൾ വരാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസെൻറ്ററി, പിന്നെന്താണ്? ജാൻഡൈസ്, കൊളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. അപ്പോൾ എന്താണ്? വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വയറിളക്കമുണ്ട്, മഞ്ഞപ്പിത്തം, കോളറ, പിന്നെന്താണ്? ടൈഫോയിഡ്. അപ്പോൾ ഈ രോഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, കാരണം വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രിവെൻറ്റ് ദിസ് ഡിസീസസ്? അപ്പോൾ ഈ ഒരു ഡിസീസസ് ഒക്കെ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം മുൻകരുതൽ എടുക്കാം? യൂസ് ബോയിൽഡ് ആൻഡ് കൂൾ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. നമ്മൾ എങ്ങനത്തെ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ? നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തെന്താണ്? യൂസ് പുവർ വാട്ടർ. അപ്പം നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ മാത്രം എന്ത് ചെയ്യുക? കുടിക്കാൻ ഉപയോഗിക്കുക കേട്ടോ. നെവർ അലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റെയിനേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്താണ് വെള്ളം കെട്ടിക്കിടക്കാൻ അല്ലേ, മലിനമായ ജലം കെട്ടിക്കിടക്കാൻ എന്ത് ചെയ്യരുത്? അനുവദിക്കാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം അല്ലേ. അടുത്തെന്താണ്? ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. ദ വാട്ടർ കണ്ടന്റ് ഇൻ അവർ ബോഡി ഈസ് ലോസ്റ്റ് വെൻ വി ഗെറ്റ് ഡിസെൻട്രി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു അല്ലേ. നമ്മുടെ ശരീരത്തിലെ വെള്ളം മൊത്തം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ ദ ബോഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിലേക്ക് തിരിച്ചു നൽകണം. ശരിയല്ലേ? പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് താഴെ പറയുന്നവ രോഗികൾക്ക് കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? സാൾട്ട് റൈസ് വാട്ടർ, ഉപ്പിട്ട കഞ്ഞിവെള്ളം. ഏറ്റവും നല്ലതാണല്ലേ നമ്മുടെ ആരോഗ്യത്തിന്, നമുക്ക് നല്ല പവർ കിട്ടാൻ നല്ലതാണ്. അടുത്തെന്താണ്? ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്. അപ്പം നമ്മൾ സാധാരണ എന്ത് കുടിക്കും? ലൈം ജ്യൂസ് കുടിക്കും അല്ലേ. നമ്മൾ എന്ത് മാത്രം ഇട്ടാൽ കുടിക്കുക? നല്ല മധുരം ഇട്ടാൽ കുടിക്കുക അല്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും രോഗം വന്നിട്ട് ശരീരത്തിലെ ജലാംശം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈം ജ്യൂസിൽ എന്തൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്? സാൾട്ടും വേണം, അതേപോലെ ഷുഗറും വേണം കേട്ടോ. സാൾട്ടഡ് ബട്ടർ മിൽക്ക്, ഉപ്പിട്ട സംഭാരം കുടിക്കാം. കോക്കനട്ട് മിൽക്ക് അടിപൊളിയാണ് അല്ലേ. കോക്കനട്ട് മിൽക്ക് കുടിച്ചാൽ നല്ല എനർജി കിട്ടും, നല്ല എന്താണ് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ദ ORS കണ്ടെയ്ൻ ഫ്രം ദ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ഷുഡ് ബി മിക്സ്ഡ് ഇൻ ദ ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ആൻഡ് ഗിവൺ ഫ്രീക്വൻ്റ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും വേണം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഛർദിയായിട്ടൊക്കെ ഛർദിയോ അല്ലെങ്കിൽ വയറിളക്കമൊക്കെ ആയി ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ORS നിങ്ങൾക്ക് തരാറുണ്ടാവും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടത്? തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ. അടിപൊളി ഒരു സ്കൂളും നല്ല പൂന്തോട്ടവും. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കളൊക്കെ നനയ്ക്കുന്നുണ്ട് അല്ലേ. കുറേ പേര് പൂക്കളൊക്കെ നനയ്ക്കുന്നു. അടിപൊളി ഒരു പിക്ചറാണ് അല്ലേ. ഇനി എന്താ കൊടുത്തേക്കുന്നത്? വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദി സ്കൂൾ? അപ്പോൾ എന്താണ് ഈ സ്കൂളിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്? നല്ല അടിപൊളിയുള്ളൊരു സ്കൂളാണ് അല്ലേ. അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ഈസ് അവർ സ്കൂൾ ക്ലീൻ ആൻഡ് നീറ്റ്? ലെറ്റ് അസ് അസസ്. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ സ്കൂൾ, ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് അല്ലേ. അല്ല ശരിയല്ലേ? പിക്ചർ നോക്കിക്കേ, നല്ല ക്ലീനാണ്, നീറ്റാണ് അല്ലേ. നല്ല ഭംഗിയുണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നും അല്ലേ. അപ്പം നിങ്ങളുടെ സ്കൂളും ഇതേപോലെ ക്ലീൻ ആണോ നീറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർവേ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. മൈ സ്കൂള്, എൻ്റെ സ്കൂൾ. അപ്പോൾ ഇത് മിസ്സ് പൂരിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളിലെ കാര്യങ്ങൾ വേറെ വേറെ ആയിരിക്കില്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. സ്കൂൾ സറൗണ്ടിങ്സ്, വിദ്യാലയത്തിൻ്റെ പരിസരമാണ്. വേസ്റ്റ് ഈസ് നോട്ട് പീൽഡ് അപ്പ്. അപ്പോൾ എന്താണ്? ചവറുകൾ കൂട്ടിക്കിടക്കുന്നില്ല. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല. അടുത്തെന്താണ്? നോ പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇടണം, ഇല്ലെങ്കിൽ എന്ത് ഇട്ടാൽ മതി? ഇത് തെറ്റിട്ടാൽ മതി കേട്ടോ. അടുത്തെന്താണ്? നോ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല. ബീൻസ് ഫോർ ദ സോർട്ടിങ് ആൻഡ് ഡിപ്പോസിങ് വേസ്റ്റ്. അപ്പോൾ എന്താണ്? നമ്മുടെ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കാൻ പ്രത്യേക മാലിന്യ കൂമ്പാരങ്ങളുണ്ട് അല്ലേ. പലതരത്തിലുള്ള മാലിന്യങ്ങൾക്കും പലതരത്തിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്? ക്ലാസ് റൂമിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എവിടെയാണ് ചോദിച്ചേക്കുന്നത്? അടുത്തത് കിച്ചൺ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്.
അപ്പോൾ ഇത് നിങ്ങളുടെ ഓരോരുത്തർ സ്കൂളിലേതായതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ടീച്ചറുടെ സഹായത്തോടെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാം. അടുത്തെന്താണ്, വാട്ട് ആർ ദ ആസ്പെക്ട് ക്യാൻ ബി ആഡഡ് ഇൻ ദ ടേബിൾ ഫോർ ഒബ്സർവിങ് അതർ പ്ലേസസ് ഇൻ ദ സ്കൂൾ ലൈക്ക് ദ പ്ലേ ഗ്രൗണ്ട്, പ്ലേസസ് ആൻഡ് ഹാൻഡ്ലിംഗ്, വാഷിംഗ് ആൻഡ് ഗാർഡൻ. അപ്പോൾ നിങ്ങളോട് ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ മറ്റ് സ്ഥലങ്ങളാണ് ഏതെന്ന് പറയുന്നത്, പ്ലേ ഗ്രൗണ്ട് എന്ന്, മൈതാനം എന്ന് പറയുന്നത് അല്ലേ, കൈ കഴുകുന്ന ഇടങ്ങളുണ്ടാവും, ഉദ്യാനം അല്ലെങ്കിൽ ഗാർഡൻ ഉണ്ടാവും എന്നിവ നിരീക്ഷിച്ചതിന് എന്തെല്ലാം കാര്യങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം. ഇതേപോലെ അതും എന്ത് ചെയ്യാം, പട്ടികയിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ടേബിൾ ആൻഡ് പ്രസന്റ് യുവർ ഫൈൻഡിങ്സ്. വിച്ച് പ്ലേസ് ഇൻ അവർ സ്കൂൾ ഹാവ് ദ വേസ്റ്റ് ഡിപ്പോസിറ്റ് മോസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏത് സ്ഥലത്താണ്, നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് എവിടെയാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത്. പ്രിപ്പയർ ആൻഡ് സ്കെച്ച് ഫോർ ദ സ്കൂൾ. മാർക്ക് ദ പ്ലേസ് വിത്ത് മോർ വേസ്റ്റസ് ഇൻ റെഡ്, ലെസ് വേസ്റ്റസ് ഇൻ യെല്ലോ ആൻഡ് ക്ലീൻ പ്ലേസസ് ഇൻ ഗ്രീന്. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, സ്കൂളിൻ്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കി കൂടുതൽ മാലിന്യങ്ങളുള്ള സ്ഥലങ്ങളെ ചുമപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യങ്ങളുള്ള സ്ഥലത്തെ മഞ്ഞ നിറത്തിലും നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലത്തെ ഏത് നിറത്തിലുമാണ്, ഗ്രീന് അല്ലെങ്കിൽ പച്ച നിറത്തിലും കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. വാട്ട് എൽസ് ക്യാൻ ബി ഡൺ ടു മേക്ക് ഇറ്റ് ക്ലീനർ. അപ്പം വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയാക്കുന്നതിന് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവും. ലെറ്റസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലീനിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, പങ്കാളികളാവാൻ പറ്റും. അടുത്ത് നോക്കാം അല്ലേ. അടുത്തെന്താണ്, ലെറ്റസ് സോർട്ട് വേസ്റ്റ്. ഹാവ് യു സീൻ ബീൻസ് ഫോർ ദ സോർട്ടിങ് ആൻഡ് ഡിപ്പോസിങ് വേസ്റ്റ് ഇൻ ദ സ്കൂള്. ഹാവ് നോട്ട് യു. അപ്പോൾ സ്കൂളിലെ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യ കൂടകൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് 3 വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്താ ചോദിച്ചേക്കുന്നത്, വൈ കനോട്ട് വി കളക്ട് ഓൾ ദ വേസ്റ്റസ് ഇൻ എ സിംഗിൾ ബിൻ. അപ്പോൾ എന്താ അവൾ ചോദിച്ചത്, അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇട്ടാൽ പോരെ എന്നാണ് അവൾ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അല്ലേ, അവൾ എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 3 വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏത് കളറാണ്, യെല്ലോ കളറാണ്, ഇൻഓർഗാനിക് വേസ്റ്റ് ആണ് അല്ലേ. ഇൻഓർഗാനിക് എന്ന് വെച്ചാൽ എന്താണ്, അജൈവം എന്ന് പറയും കേട്ടോ. ഇനി ഗ്രീൻ ആണെങ്കിൽ എന്താണ്, ഓർഗാനിക് ആണ് അല്ലേ. അടുത്തെന്താണ്, ഹസാർഡ്നസ് വേസ്റ്റ് ആണ്, എന്ന് വെച്ചാൽ എന്താണ്, അപകടകരമായ വേസ്റ്റസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്, വൈ ക്യാൻ വി ഡിപ്പോസിറ്റ് ഓൾ ദ വേസ്റ്റ് ടുഗദർ. അപ്പോൾ ചോദിച്ചേക്കാണ്, എന്തുകൊണ്ടായിരിക്കാം എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തത്. അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദർ ഈസ് എ വേസ്റ്റ് ക്യാൻ ഡീകമ്പോസസ് ഇൻ സോയിൽ ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്, ശരിയല്ലേ. ചിലത് എന്ത് ചെയ്യും, മണ്ണിൽ അഴുകിച്ചേരും, ചിലത് എന്ത് ചെയ്യില്ല, മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരില്ല. വേസ്റ്റ് ആൻഡ് ഡീകമ്പോസസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് എക്സെട്ര. അപ്പോൾ എന്താണ്, നമ്മുടെ ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്, ഓർഗാനിക് വേസ്റ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ഓർഗാനിക് വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ്, ഇതെല്ലാം മണ്ണുമായിട്ട് എന്ത് ചെയ്യും, ചേരുന്നവയാണ്. വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ആർ കോൾഡ് ഇൻഓർഗാനിക് വേസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ നമുക്ക് പറയാം, എന്താ, പേന അല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ പേന, അതേപോലെ എന്തെങ്കിലും എന്തെങ്കിലും എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന വല്ല എന്താ പറയുക പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലേ, നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് കവേഴ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, പ്ലാസ്റ്റിക് വേസ്റ്റിൽ പെടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഓർഗാനിക് ആണ് കേട്ടോ. അടുത്തെന്താണ്, ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്സ്, എക്സ്പീരിയൻസ് മെഷീൻസ് എക്സെട്ര ഹസാർഡ്നസ് വേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഹസാർഡസ് വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, അപകടകരമായ സാധനങ്ങളാണ് അല്ലേ. എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേട് വന്നിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പിന്നെ അതേപോലെ ബൾബ്, പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത എന്താണ് മെഷീൻസ് ഉണ്ടാവുമല്ലോ, ഉപയോഗശൂന്യമായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത മെഷീൻസ്, അതൊക്കെ നമ്മൾക്ക് ഏതിൽ പെടുത്താം, ഹസാർഡസ് വേസ്റ്റിൽ പെടുത്താം കേട്ടോ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓർഗാനിക് എന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മണ്ണുമായിട്ട് അലിപ്പിക്കാൻ പറ്റും കേട്ടോ. ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ ഏതിൽ പെടും, നമ്മുടെ ഫുഡ് വേസ്റ്റിൽ പെടും. നെക്സ്റ്റ് അടുത്ത് എന്താണ്, പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്താണ്, ഇൻഓർഗാനിക് ആണ്. ഹസാർഡസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രിക് വേസ്റ്റ്, അതേപോലെ ബൾബ്, എക്സ്പീരിയൻസ് മെഷീനൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതുണ്ടെങ്കിൽ അതൊക്കെ ഹസാർഡസ് വേസ്റ്റിൽ പെടുന്നതാണ്. അടുത്തത്
കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻ ടു മാനുവർ. വാട്ട് ക്യാൻ വി ഡു വിത്ത് ദ ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ആൻഡ് സ്കൂൾ? സ്കൂളിലും വീട്ടിലും സ്കൂളിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും വേസ്റ്റ് ഉണ്ടാവും അല്ലേ? വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ എല്ലായിടത്തും എന്തുണ്ടാവും? വേസ്റ്റുകൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ പറയാവുന്നത് കേട്ടോ. കമ്പോസിറ്റ് പിറ്റ്. കമ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് എ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫിഷ് ആൻഡ് ഫുഡ് സ്ക്രാപ്പ് ഇൻ പിറ്റ് ആൻഡ് കവർ ഇറ്റ് വിത്ത് സോയിൽ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും പിന്നെ അതേപോലെ എന്താണ്? കവർ ഇറ്റ് വിത്ത് സോയിൽ. നമ്മൾ അതെന്ത് വെച്ച് കവർ ചെയ്യുന്നു? മണ്ണിട്ട് മൂടുകയും. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ട് ഇൻ ടു മൈനർ ഇൻ 3 to 4 months ടൈം. അപ്പോൾ എന്ത് ചെയ്യും? 3-4 മാസം കൊണ്ട് അതെന്തായിട്ട് മാറും? വളമായിട്ട് മാറും അല്ലേ? വാട്ട് ആർ ദ മെത്തേഡ്സ് ഈസ് യൂസ്ഡ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒന്ന് കമ്പോസ്റ്റിംഗ് തന്നെയാണ്. ചിലത് എന്താണ്? റീയൂസബിൾ ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട്, പിന്നെന്താണ്? അതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവേ. അടുത്തെന്താണ്? ഡു നോട്ട് ത്രൂ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പുറത്തോട്ട് ബസ്സിലൂടെ എറിയാൻ നോക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താ മോൾ പറയുന്നത്? എന്താണ്? ഹേ കമോൺ, ഡു നോട്ട് യു റിമെമ്പർ വാട്ട് വി ലേൺഡ്? വി കനോട്ട് ത്രൂ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുക അല്ലേ? പഠിച്ചത് മറന്നിട്ടുണ്ടോ? അപ്പോൾ എന്താ പറയുന്നത് നോക്കാം അല്ലേ? വൈ ഡു വി സേ ദാറ്റ് വി കനോട്ട് ത്രൂ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നോട്ട് ഗുഡ് ഫോർ നേച്ചർ ആൻഡ് ഓൾ ലിവിങ് തിങ്സ്. ഇത് നേച്ചറിന് നല്ലതാണോ? അല്ല. ഓൾ ലിവിങ് തിങ്സ് നല്ലതാണോ? അല്ല അല്ലേ? ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ടു ഡീകമ്പോസ്. ഇത് മണ്ണുമായിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സാധനമാണോ? അല്ല. ഒരുപാട് ഇയേഴ്സ് എടുത്തിട്ടാണ് കേട്ടോ. ഇറ്റ് കേസ് ഫോർ വാട്ടർ പൊല്യൂഷൻ. വാട്ടർ മാത്രമല്ല, വാട്ടർ ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും, വെള്ളത്തിലൊക്കെ അല്ലേ? മെയിൻലി നമുക്ക് വാട്ടർ പൊല്യൂഷൻ തന്നെ പറയാൻ പറ്റും അല്ലേ? അടുത്തെന്താ നോക്കാം അല്ലേ? വാട്ട് ഡു യു ഫൈൻഡ് ഇൻ ദ പിക്ചർ? നിങ്ങളെന്താ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് കത്തിച്ചിട്ട് മുഖം മൂടി നടക്കുകയാണ് അല്ലേ? അതിൻ്റെ പുക ഭയങ്കരമാണ് അല്ലേ? അടുത്തെന്താ? വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? ഇറ്റ് കേസ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. നെക്സ്റ്റ് അടുത്ത് വേറെന്താ പറയുക? ഇറ്റ് ഈസ് എ ഹാംഫുൾ ഫോർ നേച്ചർ. ഇറ്റ് കേസ് സെവറൽ ഡിസീസസ് അല്ലേ? പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നു. അടുത്തെന്താണ്? ഡിസ്കസ് ഇൻ ക്ലാസ്. പ്ലാസ്റ്റിക് ആസ് എ ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽ ഇൻ അവർ ലീവ്സ്. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ശരിയാണല്ലേ? അടുത്തെന്താണ്? ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രൂ എവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ഓ ബേൺഡ് ഇറ്റ് ക്യാൻ കേസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. അടുത്തെന്താണ്? എന്നാൽ ഇവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. The use of the single-use plastic bags and plastic bottles should be to minimized. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിംഗിൾ യൂസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അല്ലേ? ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താ? ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റൂലേ? പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് ബി നോട്ട് ത്രൂ എവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ബട്ട് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദ ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. അപ്പോൾ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരം തിരിച്ചു വെക്കുക. അപ്പോൾ ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ വരലുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ശേഖരിക്കാനൊക്കെ എന്തുണ്ട്? നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകം ആൾക്കാരെയൊക്കെ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് എല്ലാ മാസവും എടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? പ്ലാസ്റ്റിക് സാധനങ്ങൾ വലിച്ചെറിയാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പം ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലാസ് കേട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.